ആ നയന കാരണം നമുക്ക് നവ്യെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. ദാ ഇപ്പൊ കണ്ടില്ലേ, അവളുടെ അമ്മയും കൂടെ വന്നിരിക്കുക. എല്ലാരും കൂടി നമ്മളെ ലക്ഷ്യം വെച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. മൂന്നവളുമാരും പറയുന്നത് ഞാൻ കേട്ടതാ. നിന്നെ എന്നിൽ നിന്നും അകറ്റിയിട്ട് അവളുമാർക്ക് ഇവിടെ സ്വൈര്യ വിഹാരം നടത്തണം, എന്നിട്ട് നിന്നെ അവരുടെ പക്കലേക്ക് ആക്കിയിട്ട് എന്നെ ഇവിടുന്ന് അടിച്ചിറക്കണം എന്ന് പോലും എന്നൊക്കെ ജലജ ഇങ്ങനെ അബിയോട് പറയാണ്. ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസും ഡെയിലി റിവ്യൂസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഒരു ലൈക്കായിട്ട് അറിയിക്കണം കേട്ടോ. അങ്ങനെ അബി പറയുന്നുണ്ട്, അമ്മ എന്തായി പറയുന്നത്? അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ അമ്മയെ വിട്ട് പോവോ? അവളോടൊക്കെ പോയി പണി നോക്കാൻ പറ. എന്നെ ചതിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ അവള്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് അബി പറയുന്നു. ജലജ പറയാണ്, അവളെ നമുക്ക് അങ്ങനെയൊന്നും വിടാൻ പറ്റില്ലടാ. കാരണം അവളുണ്ടല്ലോ ഉഗ്രവശം. ഒരു മൂന്നവളുമാരും കണക്കാ. ആ കനകയുടെ എല്ലാ മക്കള് ആ വീട്ടിൽ പാവമെന്ന് പറഞ്ഞ ആ തന്ത മാത്രമേ ഉള്ളൂ. ആ നന്ദു ഉണ്ടല്ലോ, അവളൊരാളെ അടിച്ചാലുണ്ടല്ലോ അവൻ തീർന്നത് തന്നെയാ. 6 ആണുങ്ങളെ വരെ ഒറ്റയടിക്ക് അടിച്ചിട്ടവളാ അവള്. മൂത്ത നിന്റെ ഭാര്യയോ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അവൾ ആഗ്രഹിച്ച കാര്യം എന്ന് നേടിയെടുക്കാൻ അവൾ മിടിക്കുക. നടുക്കത്തവളാണല്ലോ അവള്. എല്ലാ കാര്യങ്ങളും വളരെ തന്ത്രപൂർവ്വം നേടിയെടുക്കാൻ അവൾക്കറിയാം. ബുദ്ധിയാ അവളുടെ മെയിന്. ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും അവൾ എല്ലാവരും വളച്ചെടുക്കും എന്നൊക്കെ ഇങ്ങനെ ജലജ അബിയോട് പറയാണ്. അബി പറയുന്നുണ്ട്, അമ്മ ഇപ്പം എന്താ പറഞ്ഞു തരുന്നേ? അവളെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് പടിയിറക്കി വിടണം. എന്തൊക്കെ തന്ത്രങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു. ദാ നിർമ്മലിന്റെ കേസ് തന്നെ, അതും അവള് ചീറ്റിച്ച് കളഞ്ഞില്ലേമേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, നിന്റെ ആ പ്ലാനിങ് നല്ലതായിരുന്നു. നിർമ്മലിനെ കൊണ്ടുവന്നതും ആ ഫോട്ടോഷോപ്പ് ചെയ്തതുമൊക്കെ എല്ലാം പക്ക പ്ലാനിങ് ആയിരുന്നു. അതെങ്ങാണ് നീ ആ ചെയ്തെന്ന് അറിയുന്ന നിമിഷം തന്നെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അത് നീ ഓർത്തോണം. അത് മാത്രമല്ല, പക്ഷേങ്കിൽ അവളുമാര് ആ സമയം നോക്കി രക്ഷപ്പെട്ടു. അതിന് പ്രധാന കാരണക്കാരൻ ആദർശിനോട് നയനെ പറഞ്ഞത് കൊണ്ടല്ലേ എല്ലാം അങ്ങനെ ആയത്. ആദർശിനോട് അവളെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആദർശ് ഒരിക്കലും അവർക്ക് സപ്പോർട്ട് നിൽക്കില്ലായിരുന്നു. ആ നിമിഷം എങ്ങനെയെങ്കിലും നമുക്ക് അവളുമാരെ ഇറക്കിയിടാമായിരുന്നു. ആ വിഹിതമാകുമ്പോൾ മുത്തശ്ശൻ വെച്ച് ഉറപ്പിക്കുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ പറയാണ്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ആ നയനനെ ആദ്യം നമ്മൾ ലക്ഷ്യമിടേണ്ടത് അവളെയാ. അവള് തീർന്നാല് ഓട്ടോമാറ്റിക്കായിട്ട് നവ്യയെ വീട്ടിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് ഇറക്കിടാൻ സാധിക്കും. നീ ഓർക്കുന്നുണ്ടോ, പല സന്ദർഭങ്ങളിൽ എത്രയോ തവണ നമ്മൾ നവ്യനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും നടന്നു? അതിന്റെ പ്രധാന കാരണക്കാരായിരുന്നു? തുടക്കം മുതൽ നിന്റെ കല്യാണം മുതൽ ഇന്ന് വരെയും അതിന്റെ കാരണക്കാരായത് ആ നയനയാ. അതുകൊണ്ട് ആദ്യം തീർക്കേണ്ടത് അവളെയാണ് എന്ന് പറയുന്നുണ്ട്. അമ്മേ, ഈ വീട്ടില് ചുറ്റും CCTV ക്യാമറകളാ. അതിനുള്ളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാനാ? അവളെ പുറത്തേക്ക് ഇറങ്ങിയാലോ എങ്ങനെയെങ്കിലും അംഗരക്ഷകരായിട്ട് ആരെങ്കിലും കൂടെ കാണും. അനന്തപുരിയിലെ മരുമകളല്ലേ, എല്ലാവരും ഒരു നോട്ടം അവളുടെ മേലുണ്ടാവും. അവളെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. ജലജ പറയാണ്, പുറത്തല്ല അകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാമേ എന്ന് ചോദിക്കുകയാണ്. അവളുണ്ടല്ലോ ആ മുറ്റം വൃത്തിയാക്കാനൊക്കെ ആയിട്ട് പുറവശത്തേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെയാണെങ്കിലോ ആ ഇതിരാത്ത സ്ഥലത്തൊക്കെ കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഐഡിയ. ആ വശത്തോടായിട്ട് ക്യാമറ വലുതായിട്ട് ചെല്ലുന്നില്ലെന്നാ തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അമ്മേ, ആ എല്ലാ വശത്തും ക്യാമറയുടെ സാന്നിധ്യം കൃത്യമായിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നെ എന്താ ഒരു പ്ലാനിങ് എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അബിയും ജലജയും ചുമ്മാ സംസാരിക്കുന്നത് പോലെ മിട്ടത്തോട്ടൊക്കെ പോവാണ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അടുക്കളയുടെ ആ വീടിന്റെ പുറകുവശത്തായിട്ട് കുറച്ച് ഒഴിഞ്ഞൊരു ഏരിയ ഉണ്ട്. ഗേറ്റും മതിലൊക്കെ വെച്ച് ഫുൾ കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. എങ്കിലും ആ ഒരു മൂലയ്ക്കായിട്ട് അങ്ങനെ അധികം യൂസ് ചെയ്യാതെ കുറേ വേസ്റ്റ് പാത്രങ്ങളും ആക്രി പാത്രങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശൻ അത് ആദർശനോട് പറയുന്നുണ്ടായിരുന്നു, ഒരാളെ വിളിച്ച് എത്രയും പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യാൻ പറയണം. അല്ലെ ഇഴജന്തുക്കളും കയറി കിടന്നാൽ അറിയില്ല. ഒരു മാസമായിട്ട് അവിടെ കിടക്കുകയാണെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഞാൻ 2 പേരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇപ്പം ഇമാതിരി പണിക്കൊന്നും പോകാൻ ആൾക്കാരെ കിട്ടാനില്ല മുത്തശ്ശ. അതുകൊണ്ടാ ഞാൻ എന്തായാലും ഇന്നൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആരെങ്കിലും വന്ന് അതൊന്ന് അവിടുന്ന് മാറ്റാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ജലജയമ്മയും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ജലജ പറയണം, അത് തന്നെയാ പ്ലാനിങ്. എങ്ങനെയെങ്കിലും നമ്മൾ നയനേനെ അവിടെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ കൊണ്ടൊരു പാമ്പിനെ കടിയിപ്പിക്കണം എന്ന് പറയുമ്പം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കാനോ? മുത്തശ്ശൻ വെറുതെ പറഞ്ഞായിരിക്കും. അതിനകത്ത് എവിടെ നിന്നാ എൻ്റെ പൊന്നമ്മ പാമ്പ് വരുന്നേ? ഇത്ര ഹൈറ്റുള്ള മതിൽ അതിനിടയ്ക്ക് എവിടെ നിന്ന് വരാനാ? എടാ, ഏത് മതിലും ചാടിക്കിടക്കാനൊക്കെ പാമ്പിനെ കൊണ്ട് സാധിക്കും. നീ എന്താ പൊട്ടനാണോ? അത് ഇഴഞ്ഞു കയറുന്ന ജന്തുവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇത്ര ഹൈറ്റിലൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പോകും. അല്ലെങ്കിൽ തന്നെ നയനോട് ചെല്ലുമ്പോൾ തന്നെ കൊത്താനായിട്ട് പാമ്പുകളുടെ സ്റ്റോക്ക് ഇരിക്കുകയാണ് അമ്മയും ചോദിക്കുമ്പോൾ, സ്റ്റോക്ക് ഇരിക്കുകയല്ല, നമ്മളവിടെ സ്റ്റോക്ക് എത്തിക്കണം എന്ന് പറയുന്നു. അമ്മ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പം അതൊക്കെ ഉണ്ടടാ എന്നും പറഞ്ഞിട്ട് ജലജ പറയാണ്, നീ എവിടുന്നെങ്കിലും ഒരു നല്ല വിഷമുള്ള ഒരു പാമ്പിനെ സംഘടിപ്പിക്കണം, എന്നിട്ട് അവിടെ കൊണ്ട് തുറന്നു വിടണം എന്ന് പറയുന്നുണ്ട്. അമ്മ എന്തായി പറയുന്നത്? ഇതെന്താ കുഞ്ഞുങ്ങളെയാണോ? ആ പാമ്പെങ്ങനെ എന്നെ കുത്തിയാലോ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞാലും ചെയ്താൽ മതി. നീ ആദ്യം അങ്ങനത്തെ ഒരു ആ ഒരു സാധനത്തിന് സംഘടിപ്പിക്കണം.
അങ്ങനെ അതിനെ ആരും കാണാതെ ഇവിടെ കൊണ്ടുവന്ന് തുറന്നു വിടണം. ശേഷം നായകനെ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് എന്തെങ്കിലും എടുക്കാൻ നമുക്ക് പറഞ്ഞു വിടണം. അങ്ങനെ എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്ത് അവളുടെ എത്തിയാൽ പിന്നെ അവളുടെ കാര്യം ഗോവിന്ദിയ എന്ന് പറയുന്നുണ്ട്. അമ്മയുടെ പ്ലാനിങ് ഒക്കെ ഓക്കെയാണ്, ഇത് നമുക്ക് വലിയ റിസ്ക്കും ഇല്ല. പക്ഷേങ്കിൽ ഇതിന് വലിയൊരു അന്വേഷണം വന്ന CCTV ക്യാമറയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന പിടിക്കപ്പെടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇടാ മണ്ട, അതാണ് ഞാൻ പറഞ്ഞത്, അതിനൊക്കെയുള്ള പ്ലാനിങ് എന്തെങ്കിലുണ്ട്. നീ അതേ സാധനം ഒപ്പിച്ചോണ്ട് വാ. പിന്നെ വരുമ്പോൾ ഒരു കാര്യം, നിന്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും ആരും കാണാൻ പാടില്ലെന്ന് പറയുന്നു. അമ്മേ, ഇത് റിസ്ക് ആകട്ടോ, നമ്മളെ എങ്ങനെ കുത്തി എന്ത് ചെയ്യും? എടാ, അതിനൊക്കെ ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ക്യാഷൊക്കെ കൊടുത്ത് ആരെങ്കിലും സെറ്റാക്കി നിനക്കൊരു അപകടം ഏക്കാത്ത രീതിയിൽ വേണം എല്ലാം ചെയ്യാനെന്ന് ജലജ പറയുന്നുണ്ട്. ഞാനൊന്ന് ശ്രമിക്കാമെന്ന് പറയുമ്പം ശ്രമിക്കാനല്ല, ബാക്കി എല്ലാ പ്ലാനിങ്ങും ഞാൻ പറഞ്ഞുതരാമെന്ന് പറയാണ്. അങ്ങനെ ഒരു സന്ധ്യ ആകുന്ന സമയത്തേക്ക് അബിയാണെങ്കിൽ അങ്ങനെ വെളുപ്പിന് സമയത്താട്ടോ, വെളുപ്പിന് സമയത്ത് അബി ആരും കാണാതെ അവനൊരു ഈ സാധാരണ പലഹാരമൊക്കെ കൊണ്ടുവന്നൊരു കവർ പോലത്തെ ഒരു കവറിനകത്ത് അവനിങ്ങനെ സാധനം മേടിച്ചിട്ടുണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പം, അല്ല നവ്യ ഗർഭിണിയായിരിക്കുമല്ലേ, അവക്കൊരു ലഡുവോ സ്വീറ്റ്സോ വേണമെങ്കിലോ എന്ന് കരുതിച്ചിട്ട് മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ആ കവറിനകത്തുണ്ടായിരുന്ന മുകളിലത്തെ പൊതിയെടുത്ത് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ആ കവറെടുത്ത് നോക്കുമ്പോഴേക്കും അതിലേക്ക് ലഡുവും ജിലേബിയൊക്കെ ആയിരിക്കും കേട്ടോ. നവി മോളെ ഇതായത് കഴിച്ചോ, അബി കൊണ്ടുവന്നു പറഞ്ഞാൽ കൊടുക്കുമ്പോഴേക്കും നവി ഓർക്കാണ് ഇത് കഴിക്കണോ, ഇതിനകത്ത് പിന്നെ വില ചേർത്തിട്ടുണ്ടെങ്കിലോ എന്ന് ആലോചിക്കുകയാണ്. അബി ചോദിക്കുകയാണ് എന്താ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ സംശയമാണോ നിനക്കെന്നും പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും ലഡു എടുത്ത് കഴിച്ചു കാണിച്ചിട്ട് ഇപ്പോൾ വിശ്വാസമായല്ലോ, ഇനി നീ കഴിച്ചു എന്നും പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി എന്നിട്ട് പറയാണ്, മോനെ മോളെ അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ശരിയാ, പക്ഷേ അവന് നീ പറഞ്ഞ പോലെ ചെയ്യണമെന്ന് സാധ്യതയില്ല. അവൻ്റെ മനസ്സ് ആ ജലജപ്പോൾ തന്നെ ദുഷിച്ചതാ, അവളെ എല്ലാ വിഷവും അവൻ്റെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നത്, അല്ലാതെ അവൻ പാവാന്നൊക്കെ പറയുന്നുണ്ട്. അല്ല മുത്തശ്ശി, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നുണ്ട്, ഞാൻ പേടിച്ചിട്ടെന്ന് പറയുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ സ്വഭാവം മോൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. മോള് എന്തായാലും സൂക്ഷിച്ച് നിന്നാൽ മതി, എങ്കിലും ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നവി ആ ലഡുവിന്ന് ഒരെണ്ണം കഴിച്ചിട്ട് ആ കവറോട് വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അബി ബാക്കി അതിനകത്തുള്ളൊരു കവർ അപ്പോൾ ആ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 കവർ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു കവർ ലഡു ആണെന്ന് പറഞ്ഞിട്ട് അവനതുകൊണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കവറുള്ള അപ്പോൾ ഇവൻ കവറും കൊണ്ട് വന്നതുകൊണ്ട് അത് സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവനങ്ങനെ ചെയ്തത്. മറ്റേ കവറിൽ എന്താണെന്ന് അവ ചോദിച്ചില്ല ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവനിത് നേരെ ജലജരി മുറിയിലേക്ക് കൊണ്ടുപോയി അമ്മയിതായി പെട്ടിക്കകത്ത് സുരക്ഷിതമായിട്ടിരിപ്പുണ്ട്. തുറക്കാൻ പോലും എനിക്ക് പേടിയാ. അയാളിത് പാക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ തന്നതാ, നല്ല ഉഗ്രവശമുള്ള സാധനമാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇത് ഇങ്ങനെ തുറന്നിട്ട് നയനയ്ക്ക് കടി ഏറ്റുകൊണ്ടു തന്നെ അയാളെ വിളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ വന്ന് അതിനെ കൊണ്ടുപോക്കാളെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, ഇതെങ്ങാനും മാറി വേറെ ആരെങ്കിലും ചെയ്താലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലടാ, അതിനു മുമ്പ് തന്നെ നവ്യയ്ക്ക് കടി ഏറ്റിരിക്കും, അതിനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബിയും ജലജയും കൂടെ കൂടിയിട്ട് ഭയങ്കര പക്കായിട്ട് പ്ലാനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.